ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിലെ കണ്ടന്റ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അപ്പോൾ അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത്. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരമായിരുന്നു. പ്രേക്ഷകൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: എങ്ങനെ വിശ്വസിച്ച് പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡോക്ടർ അരുൺകുമാറിൻ്റെ മറുപടി: എന്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം, എന്തിനാ കൊടുക്കുന്നത്, കഴിപ്പിച്ചാൽ പോരെ, കൊടുക്കണ്ടല്ലോ എന്നുള്ളത്. അത് വല്ലാതെ എന്നെ ചിന്തിപ്പിച്ചു. കാരണം ഞാൻ വിവാഹം കഴിച്ചപ്പോഴും അല്ലെങ്കിൽ എൻ്റെ സമാന പ്രായത്തിലുള്ള ആളുകളൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്തും വിവാഹം കഴിച്ച് കൊടുക്കണം എന്നുള്ളതായിരുന്നു പാരൻസിൻ്റെ പറച്ചിൽ. അപ്പോൾ എന്തിനാണ് ആ കൊടുക്കുക എന്നൊരു കോൺസെപ്റ്റ്, എന്തിനാണ് അത് മാറ്റിക്കൂടെ? വിവാഹം കഴിക്കാൻ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ വിവാഹം കഴിപ്പിക്കുമ്പോൾ വിവാഹം പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുക എന്ന് ചിന്തിക്കേണ്ടല്ലോ. വിവാഹം കഴിക്കുന്നു, അവർ ജീവിക്കട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തിരികെ വരട്ടെ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ മാറ്റി മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കട്ടെ എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ടത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുണ്ട്. അതായത് കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ഏറ്റുമാനൂരിലെ ഷൈനി മക്കളും ആത്മഹത്യ ചെയ്ത്, ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ് ആ വാർത്ത. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞില്ല, അതിനുശേഷവും അഡ്വക്കേറ്റ് ജിസ്മോൾ അവരുടെ 2 പെൺകുട്ടികളുമായിട്ട്, വളരെ ചെറിയ പെൺകുട്ടികളുമായിട്ടാണ് അവർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആത്മഹത്യകൾ കൂടുന്നത്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലായിടത്തും ഓപ്പണായിട്ട് സംസാരിക്കാൻ, എല്ലായിടത്തും ഓപ്പണായിട്ട് പ്രശ്നങ്ങൾ പറയാനായിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ പെൺകുട്ടികളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ ആൺകുട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ വീടുകളിലും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പെൺകുട്ടികൾ പറയുന്നതാണ്, കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും വിഷമാവുമല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല ഇപ്പോൾ എന്നുള്ളതാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അച്ഛനും അമ്മയും കല്യാണം കഴിപ്പിക്കുന്നു, ആ വിവാഹ ജീവിതത്തിലുള്ള സന്തോഷങ്ങളൊക്കെ ആസ്വദിക്കുന്നത് പോലെ, അത് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ആവണം അതിലെ പ്രശ്നങ്ങളും പാരൻസിൻ്റെ അടുത്ത് പറയാൻ കുട്ടികൾ ശ്രമിക്കേണ്ടത്. പാരൻസും അതുപോലെ തന്നെ ആവണം അതിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം ഈ ആത്മഹത്യകളും ഈ പ്രശ്നങ്ങളും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി പാരൻസിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗം പെൺകുട്ടികളുണ്ട്, വിവാഹത്തെ സ്വപ്നം കണ്ട് മാത്രം ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടമായിരിക്കും വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ലൈഫ് ഇഷ്ടമായതുകൊണ്ടായിരിക്കും. എങ്കിൽ കൂടെ അതിൽ തന്നെ ഒരു വിഭാഗം പെൺകുട്ടികൾ ഈ ഒരു ബന്ധം, ഇപ്പോൾ അവർ ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് സങ്കല്പിക്കുക, ആ ബന്ധത്തെ അവർക്ക് വിവാഹത്തിലേക്ക് എത്തിക്കണം എന്നും വിചാരിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഒരു വിഭാഗം, ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, എല്ലാവരും അങ്ങനെയല്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഈ വിവാഹത്തിലേക്ക് എത്തണം എന്ന് കരുതി ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളെയും അവർ വെറുപ്പിക്കുക, പർപ്പസ്ഫുള്ളി വെറുപ്പിക്കുക എന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് നമ്മളിപ്പം വിവാഹത്തിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ്, വീട്ടിലുള്ള പാരൻസ്, സിബ്ലിങ്സ്, മറ്റു കസിൻസ്, ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയേണ്ടത് അല്ലേ. ഒരു തേർഡ് പേഴ്സൺ ലൈഫിലേക്ക് വരുമ്പോൾ അത് ആ പെൺകുട്ടിയും ആ ആളും മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ, ബാക്കിയുള്ള ആളുകൾ ആരും അതിലില്ല. ബാക്കിയുള്ള ആളുകളെയൊക്കെ അയാളിലേക്ക് എത്തിക്കുന്നത് ഈ പെൺകുട്ടി വഴി ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ബന്ധം, അതായത് എക്സ് ഓർ വൈ, ഒരു ബന്ധം ഒരാൾക്ക്, ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. അപ്പോൾ ആ പെൺകുട്ടി അയാളിലേക്ക് മാത്രം ഒതുങ്ങുന്നു, എല്ലാം അയാളാണ്, അയാളില്ല എങ്കിൽ ആ കുട്ടിക്ക് ഹാപ്പിനെസ് ഇല്ല എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അയാളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളെയും അത്ര വില കൊടുക്കാതെ, അല്ലെങ്കിൽ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. നമ്മൾ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ മറ്റു ബന്ധങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാവരുത് വേറൊരു ബന്ധം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹം എന്നൊരു വലിയ കോൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ആയിരിക്കണം എൻ്റെ വിവാഹ ജീവിതം, ഞാൻ എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് പെൺകുട്ടികളും, എങ്ങനെ വിവാഹത്തെ കാണണം എന്നുള്ളത് പാരൻസും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയല്ല, വിവാഹം എന്നൊരു സ്റ്റേജിലേക്ക് അവരെ കടത്തിവിടുന്നു. ആ സ്റ്റേജിൽ കൂടി അവർ പാസ് ചെയ്യട്ടെ. അതിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാകും. ആ പോസിറ്റീവ്സിനെയും നെഗറ്റീവ്സിനെയും ഒരേപോലെ സ്വീകരിക്കാൻ നമ്മുടെ രക്ഷിതാക്കളും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികളും രക്ഷിതാക്കളും ഒരേപോലെ തന്നെ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതുമൊക്കെ അതിനെ ജസ്റ്റ് ഇങ്ങനെ
പാസീവ് ലിസണിങ് നടത്താതെ അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആകില്ല എന്നുറപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ വിവാഹം എന്നുള്ള ഒരു സ്ഥാപനം, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട്. അതില്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിന്ന് പോകുന്നിടത്തോളം വിവാഹങ്ങൾ ഉണ്ടാകും, വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകും. ആ ബന്ധങ്ങളിൽ നല്ലതും മോശവും ഉണ്ടാകും. പക്ഷേ അപ്പോഴെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കുവാൻ, ഒരേ രീതിയിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിവാഹമേ വേണ്ട എന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ വിവാഹമേ രക്ഷ എന്ന് ചിന്തിക്കാതെ അതിലൊരു ബാലൻസ് ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലെ വിവാഹബന്ധങ്ങളിലെ വിള്ളലുകൾ മാറ്റാൻ, വിവാഹബന്ധങ്ങൾ മൂലമുണ്ടാകുന്ന ആത്മഹത്യകൾ തടയാൻ രക്ഷിതാക്കളും ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒരേപോലെ ചിന്തിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? നിങ്ങൾക്ക് എന്താ ഇതിൽ തോന്നുന്നത്? നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കണം കേട്ടോ. കാരണം ഞാനിത് പറയാനുള്ള കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ മൂലമുള്ള കേസുകൾ വർദ്ധിക്കുന്നുണ്ട്, ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടത് എന്നൊരു ചിന്ത വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണിത്. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, വിവാഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എൻഡ് ലക്ഷ്യം എന്ന് ചിന്തിക്കാതെ, വിവാഹവും ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആ ഭാഗം എൻ്റെ പക്ഷത്തേക്ക് വരുമ്പോൾ ഞാൻ ഭംഗിയായി അതിനെ കൈകാര്യം ചെയ്യും എന്നൊരു ഡിസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ വിവാഹം മാത്രമാണ് എൻ്റെ എയിം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാതെ, ചില പെൺകുട്ടികളെങ്കിലും ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ളതൊന്നും ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളും നമുക്കിടയിലുണ്ട്. എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയില്ല, പക്ഷേ ചില ആളുകൾ അങ്ങനെ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, അല്ലേ? പറഞ്ഞു വന്നത് ഇത്രമേ ഉള്ളൂ. പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഒരിക്കലും വിവാഹത്തിലൂടെ പെൺകുട്ടിയെ അങ്ങ് അപ്പാടെ ഉപേക്ഷിക്കാതെ ഇരിക്കുക. പെൺകുട്ടികൾ വിവാഹത്തെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് അതാണ് എൻ്റെ, അത് സംഭവിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, എല്ലാം കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. See you in the next video. Bye bye.